ഹലോ എവരി വൺ. ഇത് പ്രസ്റ്റീജിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോഡക്ട്സിൽ ഒന്നാണ് നാച്ചുറൽ കോൾഡ് പ്രസ് ജ്യൂസ്. നമുക്ക് സാധാരണ മിക്സർ ഗ്രൈൻഡർ ജ്യൂസ്, സെൻട്രിഫ്യൂഗൽ ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കാണാറുണ്ട്. ഇത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ നാച്ചുറൽ കോൾഡ് പ്രസ് ജ്യൂസർ എന്ന് പറയുന്നത്. ഇതിന് വരുന്നത് നമുക്ക് പൾപ്പ് കളക്ടർ ആയിട്ടുള്ള ഒരു ജാർ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ജ്യൂസ് കളക്ട് ചെയ്യുന്നത് രണ്ടായിട്ട് നമുക്ക് കിട്ടും. പൾപ്പ് സെപ്പറേറ്റ്, ജ്യൂസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിനകത്താണ് നമ്മുടെ ചൂട്, നമുക്ക് 105 mm വൈറ്റ് ഷൂട്ടാണ്. നമുക്ക് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ഇതിനകത്ത് ഇടുന്നതാണ്. ഇത് വിത്ത് ഇന്റർലോക്കിംഗ് ഫെസിലിറ്റിയിലാണ് വരുന്നത്. ഇത് നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇത് ഊരി ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് ഊരാം. പിന്നെ നമ്മുടെ ഇത് വേറെ യൂണിറ്റ് ആയിട്ട് ഇതിനകത്താണ് നമ്മുടെ ജ്യൂസ് കളക്ട് ചെയ്ത് വരുന്നത്. ഇത് നമുക്ക് ഓരോന്നും ഊരി നമുക്കിത് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. തിരിച്ച് അസംബിൾ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ക്ലീനിങ് വളരെ ഈസിയാണ്. ഈ നാച്ചുറൽ കോൾഡ് പ്രസ് ജ്യൂസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് 90 to 99% ടേസ്റ്റ്, നല്ല ക്വാളിറ്റിയുള്ള ടേസ്റ്റിൽ തന്നെ നമുക്ക് ഫുഡ് കിട്ടും. നോർമൽ ജ്യൂസസിലൊക്കെ ഉണ്ടായി നമുക്ക് ഓക്സിഡേഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ജ്യൂസിന്റെ ടേസ്റ്റ്, ഹീറ്റ് എല്ലാം കാരണം വരും. ഇത് വളരെ ലോ RPM ഇത് വർക്ക് ചെയ്ത് നമുക്ക് ജ്യൂസിന്റെ പൾപ്പ് മാക്സിമം കണക്ട് ചെയ്യുകയും അതിന് നല്ല ടേസ്റ്റും കിട്ടും. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇതിന്റെ കണക്ഷൻ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ കോൾഡ് പ്രസ് ജ്യൂസിന്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് നമുക്ക് തന്നെ ഒരു ബ്ലേഡ് ഉണ്ട്. ഇതാണ് നമ്മുടെ പൾപ്പ് ഗ്രൈൻഡ് ചെയ്യുന്നത്. ജ്യൂസ് ഇതിനകത്ത് ഇൻസ്റ്റോൾ ചെയ്യുക. നമ്മുടെ പൾപ്പ് കളക്ടർ ഇവിടെയും ജ്യൂസ് കളക്ടർ ഇവിടെയും. ജ്യൂസ് കളക്ടറിനാണ് ക്യാപ്പ് ഉള്ളത്. ആ ഭാഗം നോക്കി വെക്കുക. ഇതിന് ഇന്റർലോക്കിംഗ് ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ലോക്ക് ആക്കിയതിന് ശേഷം മാത്രമേ ഇത് വർക്ക് ഓൺ ആവത്തുള്ളൂ. ഇതിങ്ങനെ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിന് ശേഷം അപ്പോഴാണ് ഇത് ലോക്ക് ആവുന്നത്. ഇനി എന്തെങ്കിലും ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പ്രസ് ബട്ടൺ ഉണ്ട്. ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് ഇടാനുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഇടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടെ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ഓൺ ഫംഗ്ഷൻ ഉണ്ട്, റിവേഴ്സ് ഫംഗ്ഷൻ ഉണ്ട്. ഓൺ ഫംഗ്ഷൻ വരുമ്പോഴത്തേനും ഇവിടെ ബ്ലൂ ലൈറ്റ് വരും. റിവേഴ്സ് ഫംഗ്ഷൻ വരുമ്പോഴത്തേനും റെഡ് ലൈറ്റും വരും. ഇപ്പം നമുക്ക് ക്ലോഗിങ് ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മുടെ ഫ്രൂട്ട്സ് ഉണ്ടാക്കി അതിനകത്ത് ക്ലോഗിങ് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സ് ഓപ്ഷൻ കൊടുത്താൽ മതി. ആൻറ്റി ക്ലോഗിങ് ആയിട്ട് നമുക്ക് അത് എടുക്കാനുള്ള എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഓൺ ബട്ടണിൽ ചെയ്യാം. 65 RPM ഉള്ളൂ. വളരെ സൈലന്റ് ആയിട്ടാണ് മോട്ടർ വർക്ക് ചെയ്യുന്നത്. ഓൺ ആക്കി നമ്മളത് കാണിക്കുകയും ചെയ്യും. കോൾഡ് പ്രസ് ജ്യൂസിന്റെ ഓൺ ചെയ്യാണ്. ഇപ്പം ബ്ലൂ ലൈറ്റ് വന്നു. ഇതിപ്പോൾ നമ്മൾ ഓൺ ആക്കിയിരിക്കുകയാണ്. ഈ ഓഫ് ക്ലോക്കിംഗ് മാറ്റാൻ വേണ്ടി. അപ്പോൾ റെഡ് ലൈറ്റിലാണ് റിവേഴ്സ് ഫംഗ്ഷൻ കാണിക്കുന്നത്. ഈ പ്രോഡക്റ്റിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനോ അല്ലെങ്കിൽ മേടിക്കുവാനോ കോട്ടയം കഞ്ഞിക്കുഴിയിലുള്ള പ്രസ്റ്റീജിന്റെ ഷോറൂമിലോട്ട് വന്നാൽ മതി. ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഇതുപോലുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സും പുതിയ പ്രോഡക്ട്സും കാണുവാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഷോപ്പ് വിസിറ്റ് ചെയ്യാവുന്നതാണ്. ഒരു വൈറ്റ് കളക്ഷൻ, പ്രസ്റ്റീജിന്റെ ഒരു വൈറ്റ് കളക്ഷൻ നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട്. താങ്ക് യു.